ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പൂജയെ മയക്കിയെടുക്കാൻ വലിയൊരു അവസരം കാത്തു നിന്ന രഞ്ജിതയുടെ മകന് അതിനേക്കാളും വലിയൊരു അവസരം മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നു. എന്തായാലും പൂജയെ ഇംപ്രസ് ചെയ്യാൻ കിട്ടിയൊരു അവസരം ആശാൻ മാക്സിമം മുതലെടുക്കുക. പാവങ്ങളെ പറ്റിച്ച് അമ്മയുണ്ടാക്കുന്ന സ്വത്തുക്കളെ പറ്റിയുള്ള ആ ഒരു വിവരങ്ങളും അറിഞ്ഞ് സ്തംഭിച്ച് നിൽക്കുന്ന നമ്മുടെ പൂജയുടെ മുന്നിലേക്കാണ് ആശാൻ ചെല്ലുന്നത്. അങ്ങനെ പൂജയുടെ മുന്നിലേക്ക് ചെന്നിട്ട് പൂജയോട് ക്ഷമ ചോദിക്കുക. അപ്പോൾ താനെന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ പൂജ ചോദിച്ചു. അപ്പോൾ അമ്മ ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ അമ്മ പൂജയോട് അപമര്യാദയായി പെരുമാറിയതിനാണ് താൻ ക്ഷമ ചോദിക്കുന്നത് എന്ന് പങ്കജ് പറഞ്ഞു. ആൻറ്റി അങ്ങനെ പറഞ്ഞെന്ന് കരുതി പങ്കജേട്ടൻ എന്നോട് അങ്ങനെ ക്ഷമ ചോദിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചപ്പം അമ്മയ്ക്ക് എല്ലാത്തിനും ആർത്തിയാണ്. അമ്മയുടെ കയ്യിലിരിപ്പ് കാരണമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. പാവങ്ങളോടൊക്കെ അമ്മ ഈ രീതിയിലാണ് പെരുമാറുന്നത്. അതുമാത്രമല്ല, പാവങ്ങളോട് ഇതേ രീതിയിൽ പ്രവർത്തിച്ചും പാവങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുമൊക്കെയാണ് അമ്മ ഈ കണ്ട സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയത്. അത് പൂജ പറഞ്ഞത് സത്യം തന്നെയാണ്. എന്ത് ചെയ്യാം, അമ്മയെ തിരുത്താനോ അല്ലെങ്കിൽ അമ്മയുടെ ഈ പ്രവർത്തികൾ അത് തിരുത്താനോ ഒന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നെ അച്ഛനെയൊന്നും അമ്മയ്ക്ക് യാതൊരു വിലയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പങ്കജ് ഇങ്ങനെ പറയണം. അങ്ങനെ പങ്കജ് ഓരോ കാര്യങ്ങൾ വളരെ സോപ്പിട്ട് വളരെ സ്നേഹത്തോടെ അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് കുറച്ചൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാകും എന്നാണ് പങ്കജ് വിചാരിച്ചത്. എന്തായാലും പങ്കജേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഇതിനൊക്കെ കണക്ക് ആൻറ്റി നാളെ പറയേണ്ടി വരും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് നമ്മുടെ പൂജ അവിടെ നിന്ന് പോരുക. പൂജ അതും പറഞ്ഞിങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴേക്കും പങ്കജ് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാനായിട്ടങ്ങ് തുടങ്ങി. എൻ്റെ അമ്മ കണക്ക് പറയേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, നീ കണക്ക് പറയേണ്ടി വരും. ഇപ്പം നീ കാണിക്കുന്ന ഓവർ സ്മാർട്ട്നെസ്സിന് നീ കണക്ക് പറഞ്ഞേ മതിയാകൂ, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും എന്നൊക്കെ പങ്കജ് മനസ്സുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. പങ്കജ് മനസ്സുകൊണ്ട് വിചാരിക്കുന്നതോ വേറൊന്നുമല്ല, പൂജയെ മെരുക്കി കാൽ കീഴിൽ കൊണ്ടുവന്നിട്ട് ചവിട്ടി അരയ്ക്കാമെന്നുള്ളതാണ്. കാൽ കീഴിൽ വന്ന് കിട്ടിയാൽ പിന്നെ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ ആ ഒരു രീതിയിലാണ് പങ്കജ് ചിന്തിക്കുന്നത്. നമ്മുടെ പൂജയെ അതിന് കിട്ടില്ല എന്നുള്ള കാര്യം പങ്കജിന് അറിയാതെയും പോയി. എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞ് നമ്മുടെ പൂജ ഇങ്ങോട്ടേക്ക് പോന്നു. ഈ സമയത്ത് സരസ്വതി അമ്മ വീട്ടിൽ വന്നായിരുന്നല്ലോ. വീട്ടിൽ വന്ന സരസ്വതി അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സുമിത്ര പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുവാണ്. അപ്പോൾ വന്ന സരസ്വതി അമ്മയ്ക്ക് സുമിത്രയുടെ മര്യാദയ്ക്ക് ഒരു ചായ കൊടുത്തു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ആശാത്തി അവിടെ ഇരിക്കുക. ആ സമയത്ത് മോളെ, ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും നീ എന്താ എന്നോട് ഒരു വാക്കുപോലും സംസാരിക്കാത്തത്? അമ്മയോട് ഇപ്പോഴും ആ പഴയ പിണക്കം നിലനിൽക്കുന്നുണ്ടോ? അതോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടതിൻ്റെ അന്താളിപ്പിൽ സംസാരിക്കാൻ വേണ്ടി കഴിയാതെ നിൽക്കുകയാണോ നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സരസ്വതി അമ്മ മോളെ 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 എന്നും വിളിച്ചുകൊണ്ട് സുമിത്രയോട് കുറേ നേരം ഇരുന്നിങ്ങനെ സംസാരിക്കുന്നു. സുമിത്രയാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഈ പുള്ളിക്കാരിയെ നോക്കിക്കൊണ്ടും ഇത് പറയുന്നതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക. ഒരു ഗുണമുണ്ട്, അന്നത്തതിൽ നിന്ന് ഒരു തൊള്ളി പോലും സരസ്വതി അമ്മ മാറിയിട്ടില്ല. അങ്ങനെ ഒരു ഗുണം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ആ സംസാര ശൈലിയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കി എടുക്കാമല്ലോ. എന്തായാലും സരസ്വതിയമ്മ ഇങ്ങനെ അവിടെ വന്നിരിക്കുന്നു. സുമിത്രയ്ക്ക് എങ്ങോട്ട് ഇറങ്ങി ഓടണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ സുമിത്ര ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പൂജമോൾ വരുന്നത്. പൂജ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് ചെരുപ്പ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ആരായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പൂജ കയറി വരുന്നത്. പൂജ എന്നിട്ട് ഇങ്ങനെ ഒരു സംശയത്തിൽ കയറി വന്നിട്ട് ഇങ്ങനെ പതുക്കെ പുറകെ കൂടെ വന്നിട്ട് അമ്മയോട് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ മോളോട് അകത്തേക്ക് കയറി വരാൻ സുമിത്ര ഇങ്ങനെ തലയാട്ടി കാണിക്കുക. അപ്പോഴേക്കും പൂജ അകത്തേക്ക് കയറി വന്നു. പൂജ അകത്ത് കയറി വന്നു കഴിഞ്ഞപ്പോൾ ആരാ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ സുമിത്ര ഇച്ചിരി ഇങ്ങ് മാറി നോക്കുമ്പോൾ ആരാ? സരസ്വതി അമ്മ. സരസ്വതി അമ്മയെ കണ്ടപ്പം അച്ചമ്മയോ എന്ന് പൂജ. ആ പൂജ മോളെ, നീ എന്നെ മറന്നില്ലല്ലോ എന്നും പറഞ്ഞു സരസ്വതി അമ്മ അങ്ങനെ പറയുമ്പോൾ അച്ചമ്മയെ അങ്ങനെ മറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അല്ല, അച്ചമ്മ ഇത്രയും നാളും എവിടെയായിരുന്നു എന്നൊക്കെ പൂജ ചോദിച്ചപ്പോൾ അച്ചമ്മ കുറേ ദുരിത കഥകളും അച്ചമ്മയുടെ കഷ്ടപ്പാടും കാര്യങ്ങളും ഇതൊക്കെ പറയുക. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജ പറഞ്ഞു, എന്താ അച്ചമ്മ എന്താ ഇപ്പം ഇങ്ങ് പോരാനുള്ള കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് നമ്മൾ രോഹിത് ഉണ്ടായിരുന്ന സമയത്ത് രോഹിത് അമ്മയെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ സംസാരിച്ചെന്നാണ് സരസ്വതി അമ്മ പറയുന്നത്. അപ്പോൾ എത്രയൊക്കെ കാലങ്ങൾ കഴിഞ്ഞാലും സുമിത്രയ്ക്കും പൂജയ്ക്കും അതുപോലെ തന്നെ രോഹിത്തിനുമൊപ്പം കഴിയാമെന്ന് രോഹിത് പറഞ്ഞിരുന്നു എന്നുള്ളൊരു രീതിയിലാണ് ഈ സരസ്വതി അമ്മ ഇവരോട് പറയണത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പൂജ ചോദിച്ചു, അച്ഛൻ പറഞ്ഞത് കേട്ട് ഞങ്ങളോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ടാണോ അച്ഛമ്മ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ അല്ലാതെ മോളെന്താ അങ്ങനെ ചോദിച്ചത്? സുമിത്രേ, മോളൊന്നും പറഞ്ഞില്ല. അമ്മ ഇവിടെ നിൽക്കുന്നതിന് മോൾക്ക് എന്തെങ്കിലും എതിർപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ രണ്ട് വയറുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നമ്മുടെ സുമിത്ര കിടന്ന് പെടാപ്പാട് വിടുക. ആ സമയത്ത് ഇതുപോലത്തെ പണിയൊക്കെ കാണിക്കാൻ സരസ്വതി അമ്മയെ ഇങ്ങോട്ട് കയറ്റി തിരുത്താൻ പറ്റുമോ? ഇല്ല. എന്തായാലും അന്ന് ആ ദിവസം
സരസ്വതിയമ്മ എന്ന് പറയുന്ന വ്യക്തിയെ ആ ശരണാലയത്തിൽ സുമിത്ര ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ്. ജീവിതകാലം മുഴുവൻ ഇതിനെ പേറിക്കൊള്ളാവുന്ന സുമിത്ര ഒരിടത്തും വാക്കും കൊടുത്തിട്ടില്ലാത്ത രീതിയിലാണ് സുമിത്രയുടെ സംസാരം. അപ്പോൾ സുമിത്ര ഉള്ള കാര്യം പറഞ്ഞു. ഞാനും പൂജമോളും വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ താമസിക്കുന്നതെന്നും അമ്മയെ കൂടി ഇവിടെ താമസിപ്പിക്കാനായിട്ട് പറ്റില്ല എന്നും. അപ്പം മോളെ അങ്ങനെ പറയരുതെന്നും പറഞ്ഞു സരസ്വതി അമ്മ ഭയങ്കര ഇതായിട്ട് പറയാം. പക്ഷെ സുമിത്ര ഒരു രീതിയിലും ഈ പറയുന്ന സരസ്വതി അമ്മയെ ഏൽപ്പിക്കാനായിട്ട് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ സരസ്വതി അമ്മയെ അവിടെ താമസിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. പൂജയ്ക്ക് അന്നേരം ഒരു ചെറിയ മനസ്സലിവ് വന്നു. പൂജ എന്നിട്ട് സുമിത്രയോട് ഇങ്ങനെ മാറി നിന്ന് പറഞ്ഞു, അമ്മേ അച്ഛമ്മയ്ക്ക് പോക്കടോ ഇല്ലെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പിന്നെ നമ്മളെ ഇറക്കി വിടുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. മാത്രമല്ല അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യമല്ലേ, അപ്പം അച്ഛൻ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ഛൻ്റെ ആത്മാവിനോട് ചെയ്യുന്ന ഒരു മര്യാദകേടായി പോകില്ലേ അതെന്നൊക്കെ ചോദിച്ചപ്പം മോൾക്ക് എന്തറിഞ്ഞിട്ടാ മോളുടെ അച്ഛൻ എൻ്റെ രോഹിത് ഒരിക്കലും അത് അങ്ങനെ പറയില്ലെന്നും സരസ്വതി അമ്മ അത് ഉണ്ടാക്കി പറഞ്ഞതാണെന്നും സരസ്വതി അമ്മയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലെന്നും സരസ്വതി അമ്മ ഇനി നമ്മളോടൊപ്പം ഈ വീട്ടിൽ താമസിച്ചാൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാകുമെന്നുമുള്ള കാര്യങ്ങൾ സുമിത്ര മകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ പൂജയ്ക്ക് മനസ്സിലായി. പൂജ എന്നിട്ട് പിന്നെ അതിന് എതിർത്തൊന്നും പറഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും സരസ്വതി അമ്മയോട് പറഞ്ഞു, സുമിത്ര പറഞ്ഞു സരസ്വതി അമ്മയെ അവിടെ നിർത്താൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ സുമിത്രയെ ഉപേക്ഷിച്ച് സരസ്വതി അമ്മ പോകാൻ കൂട്ടാക്കുന്നുമില്ല. അവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടക്കാനായിട്ടാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ സുമിത്രയുടെ വീട്ടിൽ നടക്കുമ്പം രഞ്ജിതയും മകനും കൂടി സംസാരിക്കുന്നു ഈ പോയ പൈസയെ പറ്റി. അപ്പോൾ അയാൾ, അതായത് അരവിന്ദനെ പോലെ പൊട്ടനായ ഒരു വ്യക്തി ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് അവിടെ അവർ സംസാരിക്കുന്നത്. അപ്പോൾ നീ പൂജയോട് എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അമ്മേ അവളെ ഒന്ന് മെരുക്കി നിർത്തിയില്ലെങ്കിൽ ശരിയാകില്ലെന്നും അവൾ വളരെ വലിയ അപകടകാരിയാണെന്നും അതുകൊണ്ട് തന്നെ അവളെ മെരുക്കി കൂടെ നിർത്തുകയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പങ്കജ് പറഞ്ഞു. അപ്പോഴേക്കും അവളെ ഒരുപാട് മെരുക്കാൻ പോവേണ്ട കാര്യമില്ലെന്ന് അമ്മ പറയാം. കൂടിപ്പോയാൽ അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കും, അതിനപ്പുറം യാതൊന്നുമില്ല. പിന്നെ കൂടുതൽ നീ അവളുടെ കീഴിലേക്ക് ചെന്ന് അവൾക്ക് അടിമയാകാനൊന്നും ശ്രമിക്കേണ്ടെന്നും അമ്മ പറഞ്ഞു. അമ്മ എന്തറിഞ്ഞേട്ടാ ഈ പറയുന്നത്? ഞാൻ അവളോടൊരു രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ കാരണങ്ങൾ ഞാൻ കണ്ടിട്ടാണ്, അല്ലാതെ അവളുടെ സൗന്ദര്യം കണ്ടിട്ട് അവളിൽ മയങ്ങിപ്പോയതൊന്നും അല്ലെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു മകൻ അമ്മയോട് ഇങ്ങനെ. അപ്പോഴേക്കും അടുത്ത പൊട്ടത്തരം എന്താണ് ഒപ്പിക്കേണ്ടതെന്ന് ഓർത്ത് അരവിന്ദ് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുക. ഈ സമയത്ത് നമ്മുടെ സുമിത്ര സരസ്വതി അമ്മയെ താമസിപ്പിക്കാൻ തയ്യാറായില്ല. അങ്ങനെ സരസ്വതി അമ്മയെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള ആ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ സരസ്വതി അമ്മ വന്നതോടുകൂടി രോഹിത്ത് പറയാത്ത കാര്യങ്ങളും രോഹിത്ത് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ വിവരങ്ങളൊക്കെ സരസ്വതി അമ്മയ്ക്ക് കിട്ടുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് സുമിത്രയെ കാണാനായിട്ട് ചിത്ര വീട്ടിലേക്ക് വന്നു. അപ്പോൾ ചിത്ര ആ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ, അതായത് ആ സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. എന്തായാലും അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയെ കണ്ട് ആ ഒരു സന്തോഷത്തിലിരുന്ന് സംസാരിക്കുക രണ്ടുപേരും. സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിരുദ്ധിൻ്റെയും അതുപോലെ അനന്യയുടെയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അവരിപ്പോൾ എവിടെയാണെന്നും എങ്ങനെയാണെന്നൊന്നും അറിയില്ലെന്നും അതുപോലെ തന്നെ പ്രേമയെ കണ്ടതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ സുമിത്ര ചിത്രയോട് സംസാരിക്കാം. അപ്പോൾ അത് എന്തായിരിക്കും അനിരുദ്ധിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്നും സുമിത്ര പറഞ്ഞേ. അപ്പോൾ അത് കേട്ടപ്പം ഈ പ്രേമയുടെ വീട്ടിൽ പോയി പ്രേമയുമായിട്ട് സംസാരിച്ച് അനിരുദ്ധ് എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്തിയാലോ ചേച്ചി എന്ന് ചിത്ര ചോദിച്ചപ്പോൾ പ്രേമ എവിടെയാണ് താമസിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ എന്ന് സുമിത്ര പറയുക. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതെ, പ്രേമയായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിരുദ്ധ് എവിടെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാം. പക്ഷേ പ്രേമ എവിടെയാണ് താമസിക്കുന്നത് എങ്ങനെ കണ്ടെത്തും എന്നൊക്കെ സുമിത്ര ചോദിച്ചപ്പോൾ എങ്ങനെയെങ്കിലും കണ്ടെത്തണം ചേച്ചി, നമ്മൾ അവരുടെ വീട്ടിൽ പോയി അവിടെ ചെന്ന് സംസാരിച്ച് കഴിയുമ്പം അനിരുദ്ധിനെക്കുറിച്ച് എന്തെങ്കിലും ചെറിയൊരു സൂചന കിട്ടാതിരിക്കില്ലെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് നേരത്തേക്കും നമ്മുടെ ചിത്ര. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രേമയെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പ്രേമയുടെ വീട് കണ്ടുപിടിക്കണം എന്ന് ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അതിനുശേഷം സരസ്വതി അമ്മ വന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ സുമിത്ര ഇങ്ങനെ ചിത്രയോട് പറയുവാണ്. അപ്പോൾ ഓരോ വിവരങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോരോ വ്യക്തികൾ വരുന്നതിനനുസരിച്ച് പുറത്ത് വന്നുകൊണ്ടിരിക്കുക. സരസ്വതി അമ്മ ഇത്രയും നാളും എവിടെയായിരുന്നു എന്നും സരസ്വതി അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും സരസ്വതി അമ്മ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിവരങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ വരുന്നത്. എന്തായാലും അച്ഛൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുത്ത രഞ്ജിതയെക്കുറിച്ചും അതുപോലെ തന്നെ രഞ്ജിതയുടെ ഫാമിലിയെക്കുറിച്ചും 100-ൽ 50% കാര്യങ്ങളൊക്കെ നമ്മുടെ പൂജമോള് മനസ്സിലാക്കിയെടുത്തു. ബാക്കി 50 കൂടി ആകുമ്പോൾ ആ ഇടിവെട്ട് കള്ളിയെ പൊളിച്ചെടുക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ പൂജമോളുടെ കൈകളിൽ വന്നെത്തും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും
ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.